നമ്മളിന്ന് പറയാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ ആവേശം എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതിൽ ഫഹദ് ഫാസിലിൻ്റെ ഒപ്പം 3 വിദ്യാർത്ഥികൾ കൂടി അടിപൊളിയാക്കിയൊരു സിനിമയാണ്. നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ എൻജിനീയറിംഗ് കോളേജിൽ ചേരാനായിട്ട് 3 ആൾ വരികയാണ്. ഇവനാണ് ബിബി, അടുത്തവൻ അജു, അതിനടുത്തവനാണ് ശാന്തനു. ഇവനാണ് ശാന്തനു. ഇവരുടെ 3 ആളുടെയും കഥയാണ് മുന്നോട്ടേക്കുള്ളത്. ആദ്യം തന്നെ എല്ലാവരും എൻജിനീയറിംഗ് കോളേജിലേക്ക് എത്തുകയാണ്. അവിടുന്ന് അഡ്മിഷൻ ഫോമൊക്കെ കൊടുക്കുകയാണ്. അഡ്മിഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഹോസ്റ്റൽ റൂൾസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ഒരു മലയാളി ക്ലർക്ക് വന്നിട്ട് ഈ ബിബിയുടെ അമ്മയോട് പറയുകയാണ്, ഈ കോമൺ ഹോസ്റ്റലിൽ കഞ്ചാവ്, കള്ളുകുടി അങ്ങനെയൊക്കെയാണ്. അയാളെ കെയർ ഓഫിലൊരു ഹോസ്റ്റലുണ്ട്, അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന്. പുള്ളിക്കാരൻ്റെ തന്നെയായിരിക്കും ഒരു ക്വാർട്ടേഴ്സ് പോലത്തെ ഒരു ഹോസ്റ്റൽ. അപ്പോൾ അതിലേക്ക് ആളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്ന് ഓരോരുത്തർ ആളെ പിടിക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ഇവരച്ഛനും അമ്മമാരിലൊക്കെ അത് കേട്ട് പേടിച്ച് ആ മലയാളി അയാളുടെ കീഴിലുള്ള ഹോസ്റ്റലിൽ തന്നെ ചേർക്കും. അങ്ങനെ ഇവർ ഇങ്ങനെ ഹോസ്റ്റലിൽ വന്നിരിക്കും. അപ്പോൾ ഈ ബിബിയുടെ അമ്മയുണ്ട്, മോൻ്റെ ഫ്രണ്ട്സിനെ പരിചയമില്ലെങ്കിൽ കൂടി മോനൊരു മോശമാവണ്ടെന്ന് കരുതിയിട്ട് എനിക്കറിയാവൻ എന്ന് പറയുന്നൊരു ടൈപ്പാണ്. അങ്ങനെ ഇവർ കള്ള് കുടിക്കുക എന്ന കാര്യമൊക്കെ പറയുകയാണ്. അവരവിടെ ഹോസ്റ്റലിലൊരു 22 ജൂനിയേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ 22 ജൂനിയേഴ്സും ചേർന്ന് കള്ളുകുടിയും അങ്ങനെ അവർ ഫുള്ളായിട്ട് കമ്പനിയാവുകയാണ്. അവിടെ കോളേജിൽ ഇവരെ സീനിയേഴ്സ് വൻ റാഗിങ് ആണ്. ഓരോ ദിവസവും ഓരോരുത്തരെ പിടിച്ചിങ്ങനെ റാഗ് ചെയ്യും. അപ്പോൾ ഇവരിങ്ങനെ വിചാരിക്കുമോ ഞങ്ങളെ പിടിക്കുമോ എന്ന്. ഇതിനിടയ്ക്ക് ശാന്തനു പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, യൂണിഫോം വന്നോന്ന്. അത് അജു പറയുന്നുണ്ട്, യൂണിഫോം വന്നു കഴിഞ്ഞാൽ ഇനി അവന്മാർ പേടിക്കണ്ട, ഒരേ യൂണിഫോം ഇട്ടാൽ എല്ലാവരും ഒരുപോലെ ആയില്ലേന്ന്. അതിനിടയ്ക്ക് സീനിയേഴ്സിൻ്റെ നല്ല രീതിയിലുള്ള റാഗിങ് ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി ഇവർ ബുൾസൈ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയത്താണ് അജു പറയുന്നത്, നമുക്കിനി ഒരു ഗ്യാങ്ങായി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ 22 പേരുണ്ട്, അവർ സീനിയേഴ്സ് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരെ എതിർത്ത് നിൽക്കാമെന്ന്. അപ്പോൾ കൂട്ടത്തിൽ അടി കിട്ടിയ ഒരു പയ്യൻ പറയുന്നുണ്ട്, ഇത് ആദ്യം നിന്നിരുന്നെങ്കിൽ ഞാൻ ഈ അടി വാങ്ങേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന്. അങ്ങനെ അവർ ഒരുമിച്ച് നിൽക്കുക, ഒരു ഗ്യാങ് പോലെ നിൽക്കുക എന്നൊക്കെ തീരുമാനിക്കുകയാണ് അവർ ആ ഹോസ്റ്റലേഴ്സുള്ളത്. പിന്നെ പിറ്റേന്ന് തൊട്ട് ആ കോൺഫിഡൻസ് ലെവൽ കോളേജിലേക്ക് പോവുകയാണ്. ഇതിൽ ശാന്തനു ഇതിനിടയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഇവരാണ് സീനിയേഴ്സിനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവന് പാക്കറ്റ് പാല് വാങ്ങാൻ വേണ്ടി പുറത്ത് പോയി വരുമ്പോൾ സീനിയേഴ്സ് പേര് ചോദിച്ചിട്ട് സൗകര്യമില്ല പേര് പറയാമെന്ന് പറഞ്ഞിങ്ങ് പോന്നിരുന്നു. അപ്പോൾ അജു ചോദിക്കുന്നുണ്ട്, എന്തിനാ ശാന്തനു ഇങ്ങനെ വെറുതെ അവരെ മെക്കിട്ട് കയറാൻ പോകുന്ന, നമ്മൾ ഗ്യാങ് ആണെന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഇവനാണ് കുട്ടി ഗ്യാങ് എന്നാണ് സീനിയേഴ്സ് ഗ്യാങ് അറിയപ്പെടുന്നത്. അപ്പോൾ അവർ അതിൻ്റെ പേരിൽ വന്നത് ചോദിക്കുകയൊക്കെ ചെയ്യും. അവനോട് അവരുടെ ഹോസ്റ്റലിലേക്ക് ചെല്ലാൻ പറയും ശാന്തനുവിനോട്. അവൻ പോവില്ല. അപ്പോൾ രാത്രി എന്തായാലും ഒരു അടി ഉറപ്പാണ് എന്ന് ഇവർക്ക് മനസ്സിലാവും. അങ്ങനെ ഇവർ 22 പേരും ടൂൾസ്, അതായത് വടിയും കിട്ടാവുന്ന സാധനമൊക്കെ കയ്യിൽ വെച്ച് ഹോസ്റ്റലിൻ്റെ മുകളിൽ ഒരുത്തനെ കയറ്റിയിരിപ്പിച്ചിട്ട് സിഗ്നൽ തരാൻ പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും അടിക്കാൻ തയ്യാറായി നിൽക്കും. കുറച്ച് കഴിഞ്ഞ് ഇവർ ഉറങ്ങിപ്പോയി എണീച്ച് നോക്കുമ്പോൾ ഇവർ 3 പേരും, അതായത് ബിബിയും പിന്നെ ശാന്തനും അജുവും അവരോടൊപ്പം 2 പേര്, ആദ്യം അടിക വാങ്ങിയ ചെക്കനും വേറൊരുത്തനും കൂടിയും പുറത്തായി പോകും. ബാക്കി എല്ലാവരും ഇവരെ പുറത്തിട്ടിട്ട് വാതിൽ കുറ്റിയിട്ട് കളയും. അപ്പോൾ സീനിയേഴ്സ് വന്നിട്ട് നമ്മുടെ ബിബിനെയും ശാന്തനുവിനെയും അജുവിനെയും കൂടെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അവരോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം. അവരാണ് തിക്ക് ഫ്രണ്ട്സിനെ സീനിയേഴ്സിനും അറിയാം. അങ്ങനെ ഡ്രസ്സൊക്കെ ആദ്യം ഊരി അഴിപ്പിച്ചിട്ട് വെറും അണ്ടർവെയർ മാത്രം ഇട്ടുകൊണ്ടാണ് അവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് വണ്ടിയിലിട്ട് കുറേ ഇടിക്കും. നമ്മൾ വിചാരിക്കും ആ ഇടി അവിടെ ഇങ്ങനെ ഇറക്കി വിട്ടേക്കൊന്നും ഇല്ല. അവർ റൂം പൂട്ടിയിട്ട് ഒരു രാവും പകലും ബിരിയാണിയൊക്കെ വാങ്ങിക്കൊടുക്കും. എന്നിട്ട് വീണ്ടും അടിക്കും. ആ കുട്ടിക്ക് ദേഷ്യം വരുമ്പോൾ ഒക്കെ വന്നിട്ട് ഇവരെ മേത്തിട്ട് തീർക്കും അടി. കാണുന്ന സമയത്ത് നമുക്ക് ഈ റാഗിങ്ങിൻ്റെ ഭീകരമായ തലമൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ദേഷ്യമൊക്കെ വരും. അവരെ ഇങ്ങനെ ഇടിക്കുകയാണ്. എന്നതിന് ശേഷം അവരോട് പറയുന്നുണ്ട്, തിരിച്ച് പറഞ്ഞേക്കുമ്പോൾ ഇനി നിങ്ങൾ കുട്ടിയുടെ ഗ്യാങ്ങാണെന്ന് പറഞ്ഞാൽ മതിയെന്ന്.
വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനൊക്കെ ഇവരെ വിളിക്കുന്നുണ്ട്. വിളിക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഞങ്ങൾ ഹോസ്റ്റലുണ്ടായിരുന്നു, പഠിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കും. അങ്ങനെ ഇവർ പ്രതികാരം വീട്ടണം എന്ന് തീരുമാനിക്കുകയാണ്. അജു ആണ് പ്രതികാരം വീട്ടണമെന്ന് തീരുമാനിക്കുന്നത്. അതിനിടയ്ക്ക് പ്രതികാരം എങ്ങനെ വീട്ടണമെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇവർ കാറ്ററിങ്ങിൻ്റെ ജോലിക്ക് പോകുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു ടെക്സ്റ്റൈൽസിൻ്റെ പരസ്യത്തിനെന്ന് പറഞ്ഞ് ശാന്തന് കൂട്ടിക്കൊണ്ടുപോകും. അത് നോക്കുമ്പോൾ പുലികളിക്കായിരിക്കും. അങ്ങനെ അതും കഴിഞ്ഞ് ആ കിട്ടിയ പൈസക്ക് അവർ മയൂരി എന്ന് പറയുന്ന ഒരു ബാറിലേക്ക്. ഈ മയൂരി ബാർ അവരുടെ ജീവിതത്തിലൊരു പ്രധാന കഥാപാത്രമാണ്. ഈ ബാറിൽ ഒരാൾ നോക്കി വെച്ചിട്ടുണ്ടാവും, ഒരു ഗുണ്ടയെ നോക്കി വെച്ചിട്ടുണ്ടാവും, നമ്മുടെ സീനിയേഴ്സിനെ തല്ലാൻ വേണ്ടി. ഇയാളാണ് അയാൾ. അപ്പോൾ അവിടെ വെച്ച് ഈ മയൂരി ബാറിൻ്റെ ഓണർ ഒരു വലിയ ഗാങ്സ്റ്റർ ആണെന്ന് ഇവർക്കറിയാം. ഇവർ അങ്ങനെ ഈ ഗുണ്ടയുടെ പിറകെ നടക്കുകയാണ്. ഓരോ ദിവസവും അവിടെ വന്ന് പിറകെ നടക്കുകയാണ്. അങ്ങനെ ദിവസം ബാത്റൂമിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഫഹദ് ഫാസിലിനെ കാണിക്കുന്നത്, നമ്മുടെ രംഗണ്ണനെ. അവിടെ വെച്ച് ബിബിയുടെ ലൈറ്റർ ചോദിക്കുകയാണ്. അങ്ങനെ സിഗരറ്റ് അയാളെ അടുത്തുനിന്ന് കത്തിച്ചെടുക്കുകയാണ്. അങ്ങനെ രംഗണ്ണൻ ബാത്റൂമിലെല്ലാം പോയി. അങ്ങനെ ഈ ബിബിയൊക്കെ വന്നിട്ട് ആ 3 കോളേജ് പിള്ളേരല്ല, അവർ വന്ന് ഒരു സീറ്റിലിരിക്കും. അപ്പോൾ അത് ബുക്ക് ചെയ്തതാണെന്ന് പറഞ്ഞാൽ അവർ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് പറഞ്ഞാക്കും. അപ്പോൾ ഇവർ പറയും, അയാളും വരുന്നുണ്ട്, അയാളെ ഇപ്പോൾ എഴുന്നേൽപ്പിച്ച് പറഞ്ഞാക്കും എന്ന് പറയും. അപ്പോൾ ഫഹദ് ഫാസിൽ അവിടെ വന്നിരിക്കും. വെയിറ്റർ കള്ളും പിന്നെ അതിൻ്റെ ടച്ചിങ്സൊക്കെ കൊണ്ടുവെക്കും. അപ്പോൾ ഇവർ പറയും, അയാൾ എണീപ്പിച്ചില്ലല്ലോ എന്ന്. ആ സമയത്താണ് ഇവർ നോക്കി വെച്ച ഗുണ്ട വന്നിട്ട് നമ്മുടെ ഫഹദ് രംഗണ്ണൻ്റെ അടുത്ത് വിനയാന്യതനായി നിൽക്കുന്ന കാണുന്നത്. അപ്പോൾ ഇവർ പറയും, ഇയാൾ വലിയ ആൾ തന്നെയാണ്. അങ്ങനെ ആ സ്ഥലം എന്തായിപ്പോയി എന്ന് ചോദിക്കുമ്പോൾ പിന്നീട് പറയുന്നുണ്ട്, ആ സ്ഥലം ഇരിക്കുന്ന ഇടമാണ് ഇപ്പോൾ എയർപോർട്ട് എന്ന്. ഇവർ വിചാരിക്കും ഇത് എന്തൊക്കെ തള്ളുന്നതെന്ന്. അതിനിടയ്ക്ക് ഇയാളെ ഗുരുവിനെയൊക്കെ കാണിക്കും. ഇയാൾക്ക് നമ്മുടെ രംഗണ്ണനൊരു ഗുരുവൊക്കെ ഉണ്ടാവും. ആ ഗുരുവിൻ്റെ കീഴിൽ നിന്ന് കുറേ ഫൈറ്റൊക്കെ ചെയ്യുന്നുണ്ട്, ഇടിയൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ഈ ഗുരുവിൻ്റെ ഇയാളാണ് ഗുരു. ആ ഗുരുവിൻ്റെ കീഴിൽ നിന്ന് ഫൈറ്റൊക്കെ നടത്തി വലിയ ഗുണ്ടയാകുന്നതെന്ന് തോന്നിയപ്പോൾ രംഗണ്ണൻ്റെ അമ്മ പറയും, പിന്നെ ഞാൻ പോവുക
പോവാണ്, എനിക്ക് ഇങ്ങനെ ഒരു ഗുണ്ടയുടെ ഒപ്പം ജീവിക്കാനാവില്ല, നീ ഗുണ്ടയല്ലാതെ തിരിച്ചു വരിയെങ്കിൽ വാ എന്നൊക്കെ പറഞ്ഞ് പോവാണ്. ആ സമയത്ത് പുറംതിരിഞ്ഞ് നിൽക്കുന്ന രംഗാണ്ണനെയാണ് നമ്മൾ കാണുന്നത്. അയാളെ ഇമോഷൻ എന്താണ് എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ അമ്മ, ഇതാണ് അമ്മ അവിടുന്ന് പോവാണ്. അപ്പം രംഗാണ്ണൻ അതൊക്കെ നിർത്തി പോവുകയാണെന്നാണ് ഗുരുവിന് സന്തോഷം, തനിക്ക് മേലെ വളരില്ലല്ലോ എന്ന് വെച്ച്. പക്ഷേ തിരിച്ചു ചെല്ലുമ്പോഴേക്കും അമ്മ മരിച്ചിട്ടുണ്ടാവും. അപ്പോൾ രംഗാണ്ണൻ ഇത് സ്ഥിരം ബിസിനസ്സായി എടുക്കും. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ നമ്മൾ, ആ സ്ഥലത്തായിരുന്നു ഇപ്പോൾ എയർപോർട്ടുള്ളത്. അതോടുകൂടി രംഗാണ്ണൻ പൈസക്കാരനാവുമെന്ന് പറയും. അപ്പോൾ ഈ പിള്ളേർ വിചാരിക്കും ഇതൊക്കെ തള്ളാണെന്ന്, ഭയങ്കര തള്ളാണെന്ന്. പക്ഷേ ഇയാൾ പൈസയൊക്കെ ഉണ്ട് കേട്ടോ നല്ലോണം ഇയാളെ കയ്യിൽ. അങ്ങനെ ഇവർ അടിക്കും ഇടിക്കും ഒക്കെ പോകുന്ന സമയത്ത് ഈ പിള്ളേരെയൊക്കെ കൂട്ടും. രംഗാണ്ണനെ ആരെയും തൊടില്ല, അത് അമ്മക്ക് കൊടുത്ത വാക്കായിരിക്കും. അമ്മ ഇവർ തിരിച്ച് ഹോസ്റ്റലിൽ ചെന്നപ്പോൾ ഹോസ്റ്റൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മലയാളിയില്ലേ, അയാൾ പറയും തോന്നിയ സമയത്ത് ഇങ്ങനെ ഹോസ്റ്റൽ കയറി വരുത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാന്ന് പറയും. അത് പറയുക രംഗണ്ണനോട് ടീമിനോടാണ്. പിറ്റേന്ന് രാവിലെ വലിയ ഉറങ്ങി നീക്കുമ്പോൾ ഒരു വീട്ടിലാണ് ഉണ്ടാവും. ആ വീട് വലിക്ക് താമസിക്കാൻ വേണ്ടി കൊടുക്കും. അങ്ങനെ ഇവർക്കൊരു ബൈക്കും കൂടി കൊടുക്കും. ആ ബൈക്ക് നമ്മുടെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാവും, നമ്മുടെ സീനിയർ ടീമിന്. അപ്പോൾ അവൻ കൊണ്ടുപോയിട്ട് പുറത്തിട്ടിട്ട് പറയും, സീനിയേഴ്സിനൊക്കെ മോശമാണ് ഈ ബൈക്കും കൊണ്ട് നിങ്ങൾ ഇവിടെ വരുന്നത്, ഞങ്ങളെ മേലേക്ക് വളരണ്ട, അതുകൊണ്ട് ഇത് കൊണ്ടുവരണ്ടെന്ന് പറയും. അപ്പോൾ ഇവർ പറയും നമുക്ക് രംഗണ്ണനോട് പറഞ്ഞാലോ എന്ന്. അപ്പോൾ അജു പറയും സമയമായിട്ടില്ല എന്ന്. അങ്ങനെ ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ അജു പറയും ഇനി സമയമായി, നമുക്കൊരു നയത്തിൽ അവതരിപ്പിക്കാമെന്ന്. അപ്പോൾ ഇങ്ങനെ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, ഞങ്ങൾ രംഗണ്ണനെ മുന്നേ പരിചയപ്പെടേണ്ടതായിരുന്നു, സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിന് മുന്നേ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ അവരെ കാണിച്ചതാ, എൻ്റെ പിള്ളേരെ തൊടുവാൻ മാത്രം ധൈര്യം എന്ന് പറയും. പിറ്റേന്ന് ഹോളി ആയിരിക്കും. ഹോളീൻ്റെ ഇടയ്ക്ക് നമ്മുടെ 3 പിള്ളേരെയൊക്കെ കാണിക്കും. രംഗണ്ണനും അവിടെ എത്തും. അങ്ങനെ ബിബി വിളിച്ചിട്ട് ആ കുട്ടിയെ ഒരുപാട് ഫയർ ചെയ്യും. അപ്പോൾ അവന് വെറുപ്പ് പിടിച്ചിട്ടെങ്കിൽ നീ വാടാന്ന് പറയും. അങ്ങനെ വന്ന് ബിബിയെ ഓടി വന്ന് ഈ കുട്ടി ഒരൊറ്റ അടി, ഈ അടി മാത്രമേ ഓർമ്മയുള്ളൂ. നമ്മുടെ രംഗണ്ണ ഇത് കാണും, ഡേന്ന് വിളിക്കും. അതിന് ശേഷം പിന്നെ വൻ ഫൈറ്റാണ്, പിള്ളേരെയൊക്കെ അടിച്ച് തൂത്തുവാരുകയാണ്. എന്നിട്ട് ബിബിയുടെ മുന്നിൽ കൂടെ ഈ കുട്ടിയെ കൊണ്ടുവന്നിട്ട് അവൻ്റെ മുന്നിൽ ഛർദ്ദിപ്പിച്ച് അവിടെ വീഴുകയാണ്. അതോടുകൂടി ഹോസ്റ്റലിലുള്ളവർക്കൊക്കെ ആ കോളേജിലുള്ളവർക്കൊക്കെ ഇവരോട് ബഹുമാനമൊക്കെ ആവും. അങ്ങനെ വൻ ഫൈറ്റൊക്കെ കഴിഞ്ഞ് ഇതെൻ്റെ പിറ്റേന്ന് തൊട്ട് അവർ കോളേജിലെ ഹീറോ ആവാണ്. അവരെ കാണുമ്പോൾ എല്ലാവരും തള്ളിപ്പോവാണ്, ഭയബഹുമാനത്തോടു കൂടി നോക്കുകയൊക്കെ ചെയ്യാണ്. പക്ഷേ പരീക്ഷയിൽ അവർ വെറും ഫെയിലായിരിക്കും, അവർക്കൊന്നും അറിയില്ല. ഇവർ കുടിക്കുക, ഛർദ്ദിക്കുക, അവർ വാൾ വെക്കുക, അവിടെ എടുപ്പ് കളിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരൊരു ദിവസം കുടിച്ച് കിടക്കുമ്പോഴാണ് ബിബിയുടെ ഫോണ് അല്ലെ അമ്മ വിളിക്കുക. അപ്പോൾ രംഗണ്ണനെ എടുക്കുക. അപ്പോൾ രംഗണ്ണനെ പറ്റിയിട്ട് ബിബി വീട്ടിൽ പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ അമ്മ എന്ത് പണിയെടുക്കും, എനിക്കറിയാം മോനെ മുന്നിലൊന്ന് പൊക്കാൻ വേണ്ടിയിട്ട്, ബിബി ഹാപ്പി അല്ലേ, ചേട്ടനാന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ ഫഹദ് ഫാസിലേക്കും ബിബി അജു എവിടെയെന്ന്. അപ്പോൾ അവർ നോക്കുമ്പോൾ കുടിച്ചൊരു വീട്ടിൻ്റെ ഉള്ളിൽ കയറി കിടന്നിട്ടായിരിക്കും. അവിടുന്ന് അവർ കോളേജിൽ ഇ.ഡി വന്നിട്ടുണ്ടാവും, അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയും. അങ്ങനെ ഇ.ഡിയുടെ മുന്നിലേക്ക് പോകാൻ നല്ല ഡ്രസ്സ് വേണം. പക്ഷേ ഇവർ ഈ ഗാങ്സ്റ്റേഴ്സിൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടിട്ടാണ് പോവുക. അപ്പോൾ അയാൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇംഗ്ലീഷിലാണ് ഇവരെ മാതാപിതാക്കളോട് സംസാരിക്കുക. അപ്പോൾ ഇനി പോയിട്ട് മാതാപിതാക്കളെ കൺവിൻസ് ചെയ്യുക, അവർ പറയുന്നത് കേട്ടിട്ട് വാന്ന് പറയും. ഇപ്പോൾ ഇവരെ മാതാപിതാക്കൾക്കൊന്നും ഇംഗ്ലീഷ് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവർ അയാളുടെ അടുത്ത് പോയിട്ട് പ്ലീസ് ഒരവസരം കൂടി എന്ന് പറയും. അപ്പോൾ അയാൾ പറയും ഇപ്പോൾ പറഞ്ഞത് ഞാൻ ഇനി മലയാളത്തിൽ പറയുകയെന്ന്. ഇവർ വിചാരിക്കും അയാൾ മലയാളിയല്ല എന്ന്. പക്ഷെ അയാൾ മലയാളി തന്നെയായി, മലയാളം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഈ ഫഹദ് ഫാസിലിനെ രംഗണ്ണനെ കൊല്ലാൻ വേണ്ടി
ആ ബർത്ത്ഡേൻ്റെ ഇടയ്ക്ക് ബിബി സെൽഫിയൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ കോൾ വന്നപ്പോൾ അമ്മ അമ്മ എന്ന് പറഞ്ഞ് എല്ലാവരോടും സൈലൻ്റ് ആവാനൊക്കെ പറയുന്നുണ്ട്. പിറ്റേ ദിവസം ഇവർ ആ വീട് നിറയെ ഗുണ്ടകൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഇവർക്ക് 2 ലേഡീസിനെ എത്തിച്ചു കൊടുക്കുകയാണ് നമ്മുടെ രംഗാണ്. അപ്പോൾ അക്കാര്യത്തിൽ ഇവർ ഫെയിലിയർ ആയിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഈ ലേഡീസുമായിട്ട് ഇവർ കിടന്ന് സിനിമ പേര് അഭിനയിച്ചിട്ട് പണ്ട് നരസിംഹം എന്നുള്ള പേര് പറയാഞ്ഞിട്ട് അമ്പാൻ്റെ മേല് വെട്ടി നിന്നൊക്കെ ബിബീനോടൊക്കെ കഥ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയും ചോട്ടാ മുംബൈ എന്നായിരിക്കും ഈ അഭിനയിക്കുന്നത്. അത് എത്രയായിട്ടും ഇവർക്ക് പറയാനാണ്. ആ പെണ്ണുങ്ങൾ അവസാനം പറഞ്ഞ് രക്ഷപ്പെടും. ബിബി വിചാരിച്ച് മരിച്ചെന്ന്. അങ്ങനെ പണ്ട് പറഞ്ഞ കഥയല്ലേ, ഏട്ടൻ അടക്കം ചെയ്ത സ്ഥലമോ ഏട്ടൻ്റെ ചോര വെച്ച് ചുമരുമ്മ തേച്ചൊക്കെ ഇവർ കണ്ടുപിടിക്കും. അതാ വീടാന്ന് ഇവർക്ക് മനസ്സിലാവും. അങ്ങനെ ആ സ്ത്രീയെ കൂടി കൂട്ട് കിടക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഒന്ന് കിടന്നേരോ ഞങ്ങൾക്ക് പേടിയാന്ന്. അങ്ങനെ ഇവർക്കാകെ മടുക്കും, പേടിയാവും. ഇവരെ കൂട്ടിപ്പോയിട്ട് പണ്ട് ഹോസ്റ്റലിൽ നടത്തിക്കൊണ്ടുവന്ന അയാൾ ആ സമയത്താണ് രംഗണ്ണൻ്റെ കോള് വരുന്നത്. അപ്പോൾ ബിബി ആകെ പാനിക്കായിട്ട് അയാളോട് പറയും ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന രാത്രി കാണാമെന്ന് പറയും. അപ്പോൾ അജു ചോദിക്കും ഞാൻ വരില്ല. എടാ നീ ഇത്രയും കാലം നീ പറയുന്നത് കേട്ട് ഞങ്ങൾ ഇങ്ങനെ എത്തി, ഇനി ഞാൻ പറയുന്നത് നീ കേൾക്കുന്നു പറയും. അപ്പോൾ അജു പറയും നീ സംസാരിക്കുന്നത് ഇപ്പം അയാളെ പോലെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ബിബി പറയും ഞങ്ങൾക്ക് മടുത്തു, വയ്യ, ഇനി ഞങ്ങളെ ഒന്ന് ഒഴിവാക്കി തരണം, നിങ്ങളെപ്പോലെ ഗുണ്ടയാവാനല്ലേ ഞങ്ങൾ വന്നത്. ആ സമയത്താണ് ഫഹദ് ഫാസിൽ പണ്ട് അമ്മ പോകുന്ന സമയത്ത് കാണിക്കുന്നത്. കരയായിരുന്നു അമ്മ പോയ സമയത്ത്. ഈ സമയത്തും ഇവർ പോവാന്ന് പറഞ്ഞപ്പോൾ അയാൾ കരയായിരുന്നു. അതായത് അമ്മയെ പോലെ തന്നെ ഇവരുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്നു എന്ന് മനസ്സിലാവും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ഗുരു ഇല്ലേ, രംഗണ്ണൻ്റെ ഗുരു വന്നിട്ട് ഇയാളെ കൊല്ലാൻ നോക്കുന്നത്. അപ്പോൾ ഒറ്റി കൊടുക്കുന്നത് നമ്മുടെ ഈ മൂവർ സംഘമാണ് എന്നുള്ളത് ഫഹദ് ഫാസിലിന് മനസ്സിലാവും.